Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഡാറ്റ റെപ്രസെൻറ്റേഷൻസ്. അതായത് നമ്മുടെ നമ്മളിപ്പോൾ നമ്മളെന്തെങ്കിലും ഡിജിറ്റ് ടൈപ്പ് ചെയ്യുക, ക്യാരക്ടേഴ്സ് ടൈപ്പ് ചെയ്യുക, പോസിറ്റീവ് നമ്പേഴ്സ്, നെഗറ്റീവ് നമ്പേഴ്സ് ഇതൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ മെഷീൻസ് അതൊക്കെ ബൈനറി കോഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ്, അതായത് 0 1 മാത്രമാണ് യൂസ് ചെയ്തിട്ടാണ് ഇതൊക്കെ ഡാറ്റ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ ആദ്യം ബിറ്റ് എന്താണെന്ന് പഠിക്കാം. ബിറ്റ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് ബൈനറി ഡിജിറ്റ് എന്ന വേർഡിൽ നിന്നാണ് ബിറ്റ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. ബിറ്റിന് രണ്ട് വാല്യൂ ആണുള്ളത്, ഹൈ വാല്യൂ ആൻഡ് ലോ വാല്യൂ. അത് നമ്മൾ 0 1 കൂടിയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ദി വേർഡ് ബിറ്റ് ഇൻ ദി കണ്ടസ്റ്റ് ഓഫ് കമ്പ്യൂട്ടിംഗ് ഈസ് എ ഷോർട്ടസ്റ്റ് ഫോം ഓഫ് എ ബൈനറി ഡിജിറ്റ്. ബൈനറി വേർഡിൽ നിന്നാണ് ബിറ്റ് ഫോം ചെയ്തിട്ടുള്ളത്. നമ്മുടെ കമ്പ്യൂട്ടറിലെ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ഇൻഫർമേഷൻ റെഫർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ബിറ്റ്. അത് ഒന്നെങ്കിൽ രണ്ട് സ്റ്റേറ്റ് ഉണ്ട്, ഹൈ ഓർ ലോ. അത് 0 അല്ലെങ്കിൽ 1 വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. The word bit is derived from binary digit and it has two possible states, true or false, or 0 or 1. Bit is known as basic unit of information in computer and digital communication. Basic unit of information ആണ് bit. ബിറ്റ് റെപ്രസെൻറ്റേഷൻ ആണ് നമ്മുടെ മെഷീൻ അണ്ടർസ്റ്റാൻഡ് ആവുന്ന ലാംഗ്വേജ്. അതായത് നമ്മളിപ്പോൾ ഒരു ക്യാരക്ടർ എ ബി സി അതൊക്കെ ക്യാരക്ടേഴ്സ് നമ്മളൊരു ബിറ്റിന്റെ ഒരു സീക്വൻസ് ഓഫ് ഓർഡറിൽ, അതായത് 0 1 കൂടിയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടാണ് അതൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക. ക്യാരക്ടർ സ്റ്റോർ ചെയ്യാൻ നമ്മൾ ഒരു ആസ്കി ടേബിളാണ് യൂസ് ചെയ്യുക. അത് നമുക്ക് വഴി നോക്കാം. അതേപോലെ പോസിറ്റീവ് നമ്പേഴ്സ്, നെഗറ്റീവ് നമ്പേഴ്സ്, പോയിന്റ് നമ്പേഴ്സ് 1.7 2.5 3.6 അങ്ങനെയുള്ള ഏതൊരു നമ്പറും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ബിറ്റ് വെച്ചിട്ടാണ്. അതായത് 0 1, അതായത് ബൈനറി നമ്പർ സിസ്റ്റം ആണ് എന്താ മെഷീൻ മനസ്സിലാവുന്ന ലാംഗ്വേജ്. ഇപ്പോൾ ഒരു ബിറ്റ് പറഞ്ഞാൽ നമുക്ക് ഒരു ബിറ്റിൽ ഇപ്പോൾ വൺ റെപ്രസെന്റ് ചെയ്യുക എങ്ങനെയാണ്? ഒരു ബിറ്റിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ നമ്പർ ഓഫ് ബിറ്റ്സ് കിട്ടാം. നമ്പർ ഓഫ് ബിറ്റ്സിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ 1, 0 റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അത് 0. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതാണ് 1 ബിറ്റ് എന്ന് പറയുന്നത്. 1 ബൈറ്റ് നമുക്ക് എന്താ നോക്കിക്കോ. ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റ് ആണ്. 1 ബൈറ്റ് പറഞ്ഞാൽ 8 ബിറ്റ് ആണ്. അപ്പോൾ ഈ 1 തന്നെ നമുക്ക് 8 ബിറ്റിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരിക? 0 0 0 0 0 0 0 1. 0 റെപ്രസെന്റ് ചെയ്ത് എങ്ങനെ വരിക? 0 0 0 0 0 0 0 0. അതായത് 8 ബിറ്റ് 1 ബൈറ്റിന്റെ ബൈറ്റ് വാല്യൂല് നമ്മൾ 1 റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരിക, 0 റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരിക. ബൈറ്റ് നോക്കി നോക്കാം എന്താണ്. എ ബൈറ്റ് ഇസ് എ യൂണിറ്റ് ഓഫ് ഡിജിറ്റൽ ഇൻഫർമേഷൻ കൺസിസ്റ്റിംഗ് ഓഫ് 8 ബിറ്റ്സ്. ഇപ്പോൾ 1 ബൈറ്റ് പറഞ്ഞാൽ 8 ബിറ്റ് കൂടിയതാണ് 1 ബൈറ്റ്. കൺസിഡേർഡ് സ്മോളസ്റ്റ് അഡ്രസ്സബിൾ യൂണിറ്റ് ഓഫ് മെമ്മറി ഇൻ കമ്പ്യൂട്ടർ. അതായത് സ്മോളസ്റ്റ് അഡ്രസ്സബിൾ യൂണിറ്റ്. A computer with byte addressable memory cannot store an individual piece of data that is smaller than a byte. അതായത് ഇപ്പോൾ ഒരു ക്യാരക്ടർ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുക എ ബി സി അതൊക്കെ സ്റ്റോർ ചെയ്യുക 1 ബൈറ്റിലാണ് ക്യാരക്ടർ സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഇൻറ്റിജർ വേരിയബിൾ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ 4 ബൈറ്റ് യൂസ് ചെയ്യും. നമ്മൾ ഫ്ലോട്ട് വാല്യൂ അല്ലെങ്കിൽ ഡബിൾ വാല്യൂ സിസ്റ്റത്തിന്റെ ആർക്കിടെക്ചർ ഡിപ്പെൻഡന്റ് ആട്ടോ അത് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അത് 8 ബൈറ്റ് സ്റ്റോർ ചെയ്യും. അപ്പൊ ഏതും നമ്മൾ സ്റ്റോർ ചെയ്യുക ബൈറ്റ് ആണ്. അപ്പൊ ഒരു സ്മോളസ്റ്റ് അഡ്രസ്സബിൾ യൂണിറ്റ് നമ്മൾ എന്ത് സ്റ്റോർ ചെയ്യുന്നത് സ്മോളസ്റ്റ് അഡ്രസ്സബിൾ യൂണിറ്റ് പറഞ്ഞാൽ 1 ബൈറ്റ് ആണ്. ഇപ്പൊ ചില വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ നമുക്ക് 1 ബൈറ്റ് ആവശ്യമില്ല, എന്തെങ്കിലും 1 ബൈറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഇത് നമ്മുടെ സ്റ്റോർ ചെയ്യുന്നത് ക്യാരക്ടർ, ഇൻറ്റിജർ, ഫ്ലോട്ട്, ഡബിൾ, ഇതിലെ ഏറ്റവും ലോവസ്റ്റ് സൈസ് ഉള്ളത് ക്യാരക്ടറിനാണ്. ക്യാരക്ടറിന്റെ സൈസ് അടക്കം 1 ബൈറ്റ് ആണ്. ലീസ്റ്റ് സൈസ് ഡാറ്റ ടൈപ്പ് പറഞ്ഞ ക്യാരക്ടറാണ് ഏറ്റവും ലോ സൈസ് ഉള്ള ഡാറ്റ ടൈപ്പ്. അതിന്റെ സൈസ് പറഞ്ഞ 1 ബൈറ്റ് ആണ്. അപ്പൊ 1 ബൈറ്റിലാണ് നമ്മൾ ക്യാരക്ടർ സ്റ്റോർ ചെയ്യുക. ഇൻറ്റിജർ ആകുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് 4 ബൈറ്റ് സ്റ്റോർ ചെയ്യും, 2 ബൈറ്റ് സ്റ്റോർ ചെയ്യും. ഡബിൾ ആണെങ്കിൽ അതായത് പോയിന്റ് വാല്യൂസ് അത് 8 ബൈറ്റ് വരെ സ്റ്റോർ ചെയ്യും. അപ്പൊ സ്മോളസ്റ്റ് അഡ്രസ്സബിൾ യൂണിറ്റ് ഓഫ് മെമ്മറി ഇൻ കമ്പ്യൂട്ടർ പറഞ്ഞാൽ ബൈറ്റ് ആണ്. അപ്പോൾ ഒരു ബൈറ്റേനും വേണം നമുക്ക് എന്തെങ്കിലും സ്റ്റോർ ചെയ്യണമെങ്കിൽ, ക്യാരക്ടർ സ്റ്റോർ ചെയ്യണമെങ്കിൽ. ക്യാരക്ടർ എന്താ നോക്കി നോക്കാം. ക്യാരക്ടർ പറഞ്ഞാൽ 1 ബൈറ്റ് റെപ്രസെന്റ്സ് 1 യൂണിക് ക്യാരക്ടർ ലൈക്ക് എ ബി എ സി 4 1. പക്ഷെ ഈ എയും ബിയും എയും സിയും 4 1 ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ആസ്കി വാല്യൂ യൂസ് ചെയ്തിട്ടാണ്. ഇറ്റ് ഈസ് പോസിബിൾ ടു ഹാവ് 256 ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഓഫ് സീറോസ് ആൻഡ് വൺസ് ടു ഫോം ആൻ ഇൻഡിവിജ്വൽ ക്യാരക്ടർ. അതെന്താന്ന് പറയുന്നത് പറഞ്ഞാൽ 1 ബൈറ്റ് പറഞ്ഞാൽ 8 ബിറ്റ് ആണ്. 8 ബിറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് 256 യൂണിക് ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഈച്ച് ബിറ്റ് ക്യാൻ ബി ഐദർ ഓർ 0 1 ആൻഡ് വിത്ത് 8 ബിറ്റ്സ് there are 2 to the power of 8, 2 raised to 8, 256 possible ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് നമുക്ക് പറ്റും. അതിന്റെ ഒരു എക്സാമ്പിൾ എങ്ങനെയാ വന്ന് നോക്കി നോക്കാം. ഞാനിപ്പോൾ ഒരു 3 ബിറ്റ് ആണ് യൂസ് ചെയ്യുന്നത് വിചാരിക്കുക.
3 ബിറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ആദ്യത്തെ വാല്യൂ എത്രയാണ് 0 0 0 ഇത് 0 0 0 1 ഇത് എത്രയാണ് 1 0 1 0 ഇത് എത്രയാണ് 2 0 1 1 ഇത് എത്രയാണ് 3 1 0 0 ഇത് എത്രയാണ് 4 1 0 1 5 1 1 0 6 1 1 1 7 ഇപ്പൊ എത്ര എണ്ണം ഉണ്ട് 1 2 3 4 5 6 7 8 നമ്മൾ 3 ബിറ്റ് യൂസ് ചെയ്തിട്ടുള്ളൂ 1 2 3 ബിറ്റ് യൂസ് ചെയ്തിട്ട് 8 ഡിഫറെന്റ് കോമ്പിനേഷൻ നമുക്ക് പറ്റി അതായത് 2 to the power 3 അപ്പോൾ 8 ബിറ്റ് ഉണ്ട് വിചാരിക്കുക നമുക്ക് 8 ബിറ്റ് ഉണ്ട് 1 ബൈറ്റ് പറഞ്ഞാൽ 1 ബൈറ്റ് പറഞ്ഞാൽ 8 ബിറ്റ് ഉണ്ട്. ഇപ്പൊ 8 ബിറ്റ് വെച്ചിട്ട് നമുക്ക് 2⁸ ഡിഫറെന്റ് കോമ്പിനേഷൻ ഇതേപോലെ പറ്റും. അതായത് ആദ്യത്തെ വാല്യൂ 0 0 0 0 0 0 1 പിന്നെ 0 0 0 0 0 0 1 0 അങ്ങനെ അങ്ങനെ പോയിട്ട് ഡിഫറെന്റ് കോമ്പിനേഷൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ 2 1 2 3 അങ്ങനെ 256 ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഇതേപോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഒരു 1 ബൈറ്റ് വെച്ചിട്ട് 256 ഡിഫറെന്റ് കോമ്പിനേഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ആസ്കി വാല്യൂസ് യൂസ് ചെയ്തിട്ടാണ് ക്യാരക്ടർ റെപ്രസെന്റ് ചെയ്യുക. ഈ എ ബി എ ഇതിനൊക്കെ ഒരു യൂണിക് നമ്പർ ഉണ്ട്. അതായത് ക്യാപിറ്റൽ എ നമ്മളിപ്പോൾ കീബോർഡിൽ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുക അതിനൊരു യൂണിക് നമ്പർ ആയിരിക്കും. ക്യാപിറ്റൽ എയുടെ നമ്പർ 65 ആണ്. സ്മോൾ ലെറ്റർ എയുടെ നമ്പർ 97 ആണ്. അപ്പൊ ഒരു ആസ്കി ടേബിൾ ആണ് യൂസ് ചെയ്യുക. കണ്ട ആസ്കി ടേബിൾ അതിന്റെ ഡെസിമൽ വാല്യൂ 0 1 2 3 അതിൽ ഏതൊക്കെയാണ് യൂസ് ചെയ്യുക ക്യാരക്ടർ ഇതിന്റെ തന്നെ എക്സാ വാല്യൂ ആണ് ഈ ടേബിൾ. അതിൽ 0 to 127 വരെ ഉള്ളത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ASCII value നമ്മൾ 0 to 127. Each character variable is assigned an ASCII value ranging from 0 to 127. ASCII value എന്താന്ന് നോക്കാം. American Standard Code for Information Interchange. അതാണ് അതിന്റെ ഫുൾ ഫോം. It's a character encoding standard that assigns a unique numerical value to all characters including special symbols. കീബോർഡിലുള്ള സ്പെഷ്യൽ സിമ്പിൾസ് അതേപോലെ 1 2 3 4 അതും ക്യാരക്ടേഴ്സ് ആയിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. അതേപോലെ ABCDEFG സ്മോൾ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ അതിനൊക്കെത്തിനും ഒരു യൂണിക് നമ്പർ ഉണ്ട് ASCII value. In C programming, the ASCII value of the character is stored instead of the character itself. അതായത് നമ്മൾ ക്യാരക്ടർ സ്റ്റോർ ചെയ്യില്ലേ ABCD അതുപോലെ സ്പെഷ്യൽ സിമ്പിൾസ് അതൊക്കെ സ്റ്റോർ ചെയ്യുന്നതിന് നമുക്ക് ASCII value ആണ് സ്റ്റോർ ചെയ്യുക. ASCII value പറഞ്ഞാൽ ഒരു ഇന്റിജർ നമ്പർ ആയിരിക്കും 1 2 3 4 അങ്ങനത്തെ നമ്പർ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ ബൈനറി വാല്യൂ വെച്ചിട്ടാണ് സ്റ്റോർ ചെയ്യുക. അപ്പൊ കറസ്പോണ്ട് ആയിട്ടുള്ള ആ നമ്പറാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. എവിടെ ബൈനറി നമ്മുടെ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്യുന്നത് ക്യാരക്ടറിന് പകരം ASCII value ആയിരിക്കും. Each character or special character is represented by some ASCII code. എല്ലാ ക്യാരക്ടറിനും സ്പെഷ്യൽ ക്യാരക്ടറിനും ഒരു ASCII കോഡ് ഉണ്ട്. ASCII കോഡ് പറഞ്ഞ 7 bits in memory ആണ്. 1 byte ആണ് നമ്മുടെ ക്യാരക്ടറിന്റെ സൈസ്. അപ്പൊ ASCII ടേബിൾ നോക്കി നമ്മുടെ ഓരോ ലെറ്ററിനുള്ള വാല്യൂസ് നമുക്ക് കാണാൻ പറ്റും. 65 ക്യാപിറ്റൽ എ ക്യാരക്ടറിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ASCII വാല്യൂ പറഞ്ഞ 65 ആണ്. 66 പറഞ്ഞ ക്യാപിറ്റൽ ബി 67 പറഞ്ഞ ക്യാപിറ്റൽ സി. ഇപ്പൊ സ്മോൾ ലെറ്റർ എയുടെ ASCII വാല്യൂ പറഞ്ഞാൽ 97 ആണ്. അപ്പോൾ എ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എന്താണ് 97 പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂ ആണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് മെമ്മറിയിൽ. അങ്ങനെയാണ് നമ്മൾ ക്യാരക്ടർ നമ്മൾ എങ്ങനെ സ്റ്റോർ ചെയ്യുന്നത്. ഓരോ ക്യാരക്ടർ അതായത് ഏത് ക്യാരക്ടർ ആണെങ്കിലും ABCDയിൽ സ്മോൾ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ അതേപോലെ സ്പെഷ്യൽ സിമ്പിൾസ് ഉണ്ട്. ക്വസ്റ്റ്യൻ മാർക്ക് ഡോളർ സിമ്പിൾ പേഴ്സൻറ്റേജ് സിമ്പിൾ ഇതൊക്കെ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട്. ഈ ASCII ടേബിളിനനുസരിച്ചാണ് നമ്മുടെ ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യുക. പിന്നെ വേർഡ് സൈസ് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മളൊരു സോഫ്റ്റ്വെയർ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കാണാൻ പറ്റും 32 ബിറ്റ് സിസ്റ്റം 64 ബിറ്റ് സിസ്റ്റം അതിനനുസരിച്ചാണ് വേർഡ് സൈസ് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് ഡാറ്റ പ്രോസസർ ക്യാൻ ഫെച്ച് ആൻഡ് പ്രോസസ് അറ്റ് എ ടൈം ഓർ സൈക്കിൾ. ഒറ്റ സൈക്കിളിൽ എത്രമാത്രം ഡാറ്റ നമുക്ക് പ്രോസസ് ചെയ്യാൻ പറ്റും എത്ര ബിറ്റ്. അതായത് ഇപ്പോൾ എന്റെ സിസ്റ്റം 32 ബിറ്റ് സിസ്റ്റം ആയിരിക്കും. അപ്പൊ 32 ബിറ്റ് ആണ് അതിന് ഒരു സൈക്കിളിൽ ചെയ്യാൻ പറ്റുക. 64 ബിറ്റ് ആണെങ്കിൽ 64 ബിറ്റ് ചെയ്യാൻ പറ്റുക. 32 ബിറ്റ് പറഞ്ഞാൽ 4 byte 64 bit പറഞ്ഞാൽ 8 byte. അതായത് the actual word size is determined by underlying computer architecture. Computer architecture പറഞ്ഞാൽ 32 bit ആണോ 64 bit ആണോ. A 32 bit processor typically has a 32 bit word size while a 64 bit processor has a 64 bit word size. അത് bitness ആണ് നമ്മൾ word size ആയിട്ട് പറയാം. Bitness of the system is reference to the word size of a system. The word size defines the fundamental unit of data that a processor can handle in a single operation. അതായത് ഒറ്റ ഓപ്പറേഷനിൽ എത്രമാത്രം നമുക്ക് ഡാറ്റ പ്രോസസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എത്രമാത്രം ഡാറ്റ ഫെച്ച് ചെയ്യാൻ പറ്റും അതാണ് വേർഡ് സൈസ് എന്ന് പറയുന്നത്. എമൗണ്ട് ഓഫ് ഡാറ്റ ദാറ്റ് എ മെഷീൻ ക്യാൻ ഫെച്ച് ആൻഡ് പ്രോസസ് at one time or in one cycle. അതായത് ഒരു ഇൻഡിജർ നമ്പർ ഓഫ് ബൈറ്റ്സ് ആയിരിക്കും അത് നമുക്ക് വേർഡ് സൈസ്. ഇപ്പൊ എന്റെ സിസ്റ്റം 32 ബിറ്റ് ആർക്കിടെക്ചർ ആണെങ്കിൽ എന്റെ സിസ്റ്റം
32 ബിറ്റ് ആർക്കിടെക്ചർ ആണെങ്കിൽ 4 ബൈറ്റ്സ് ആയിരിക്കും അതിന്റെ വേർഡ് സൈസ്. ഒറ്റ സൈക്കിൾ അതിന് 4 ബൈറ്റ്സ് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുക. 64 ബിറ്റ് ആണെങ്കിൽ 8 ബൈറ്റ്സ് ആയിരിക്കും അതിന്റെ വേർഡ് സൈസ്. 16 ബിറ്റ്സ് ആർക്കിടെക്ചർ ആണെങ്കിൽ അതിന്റെ വേർഡ് സൈസ് 2 ബൈറ്റ്സ് ആയിരിക്കും. ഇതാണ് വേർഡ് സൈസ് എന്ന് പറയുന്നത്. വേർഡ് സൈസ് എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മുടെ സിസ്റ്റം ഇപ്പോൾ 64 ബിറ്റിന്റെ ആണെങ്കിൽ അതിന്റെ വേർഡ് സൈസ് 8 ബൈറ്റ് ആയിരിക്കും. അപ്പോൾ ഒറ്റ സൈക്കിളിൽ തന്നെ 8 ബൈറ്റ്സ് ഓഫ് ഡാറ്റ, അതായത് 64 ബിറ്റ് ഡാറ്റ നമുക്ക് പ്രോസസ്സറിന് ഫെച്ച് ചെയ്യാൻ പറ്റും. അതാണ് വേർഡ് സൈസ്.